എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ പതിവ് പോലത്തെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വലിയ പണികളുണ്ടായിരുന്നില്ല. ഇഡലി ഫ്രിഡ്ജിലുണ്ടായിരുന്നത് ചൂടാക്കി എടുത്തതാണ് ഞാൻ. പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു തലേദിവസം വെച്ചത്. അപ്പോൾ ഞാനും പപ്പയും ഇഡലി സാമ്പാർ അങ്ങനെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെഴുന്നേറ്റ് വന്ന് നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ എനിക്കും പപ്പക്കും മാത്രമുള്ള ഇഡ്ഡലി ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റോജറൊക്കെ ഒരുപാട് ലേറ്റായിട്ട് എഴുന്നേറ്റ് വന്നത്. 12 മണിക്കാണ് എഴുന്നേറ്റതല്ല, വർക്കിൻ്റെ ഇടയിൽ നിന്ന് വന്നത് 12 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ടൈം എന്നും പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, പാല് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പാല് കുടിച്ചിട്ട് പോയി. അതുകൊണ്ട് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. റയനാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റേ വേണ്ട. ഇപ്പം റയൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കണതല്ല ഞാൻ കൊടുക്കണത് തക്കാളി, ക്യാരറ്റ് അത് രണ്ടും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ അതവിടെ ഇരുന്നിട്ട് കഴിക്കും. അത് ഇഷ്ടമാണ്. ഇപ്പോൾ ആപ്പിൾ മേടിച്ചിട്ട് അത് ഭൂരിഭാഗം ആപ്പിളും ഞാനാണ് കഴിച്ചത്. അവന് വേണ്ട. പേരക്കയും വേണ്ട. നേരത്തെ പേരക്ക കഴിക്കുമായിരുന്നല്ല രാവിലെ, അതും വേണ്ട. അപ്പോൾ പിന്നെ പാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കില്ല. അങ്ങനെ ഇപ്പോൾ തക്കാളി ക്യാരറ്റുമ്മേലാണ് നിൽക്കുന്നത്. പിന്നെ ക്യൂക്കുംബർ ഉണ്ടെങ്കിൽ അതുമൊക്കെ കഴിക്കൂട്ടോ. പിന്നെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം സ്റ്റൗ ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റാതെയാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. കാരണം കുറേ തിരക്കുകളായിരുന്നു. ഒന്നാമത് ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്, യൂണിറ്റിൻ്റെ വക. അങ്ങനെ നമ്മുടെ യൂണിറ്റുകളുടെ ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള പരിപാടികൾ, പിന്നെ നമ്മുടെ മാത്രമുള്ള യൂണിറ്റ് പരിപാടികൾ, അങ്ങനത്തെ കുറേ പരിപാടികളുള്ള സമയമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോകാനും വരാനും മീറ്റിങ്ങുകൾ, അങ്ങനെ പല മീറ്റിങ്ങുകൾ, മിക്ക ദിവസവും മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂറുകൾക്ക് ശേഷമൊക്കെയാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും എനിക്ക് വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നീങ്ങണില്ല. കാരണം ഇത്തവണയാണ് ഞാൻ സെക്രട്ടറിയിലേക്ക് കയറിയത്. അപ്പോൾ സെക്രട്ടറികൾക്ക് ഒരുപാട് പണികളുണ്ട്. അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ ക്രിസ്മസ് ഏറെക്കുറെ കുളമായി കിടക്കണമെന്ന് പറയാം. നമുക്ക് ഒന്ന് ആസ്വദിക്കാനുള്ള ഒരു സമയമൊന്നും ഈ ക്രിസ്മസിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഈ ഇഡലി മാത്രമേ ഉണ്ടാക്കിയത്. പിന്നെ ലേറ്റായിട്ട് അല്ലേ റോജർ വന്നത്, അതുകൊണ്ട് പാല് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്തിരി നേരത്തെ തന്നെ ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. കാരണം കാലത്ത് ഇവർ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ റോജറിനാണെന്നുണ്ടെങ്കിൽ ബിരിയാണി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നേരത്തെ ഒന്നും അങ്ങനെ കഴിക്കൂലായിരുന്നു. അപ്പോൾ എന്നാൽ പിന്നെ ബിരിയാണി ആക്കാം. റയനും ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ ഞാൻ നെയ്യ് ഇതുവരെ പൊട്ടിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല. 1 ലിറ്ററിൻ്റെ നെയ്യാണിത്. അപ്പോൾ അതിൻ്റെ 2 നെയ്യിടുന്ന ബോട്ടിൽ അവിടെ ഉള്ളതുകൊണ്ട് അതിനകത്തേക്ക് എടുത്തിട്ട്, അപ്പോൾ ആദ്യം കുറച്ച് തെളി ആയിട്ടിങ്ങനെ പൊങ്ങി നിൽക്കുന്ന എണ്ണ പോലെ നിൽക്കും, പിന്നെ താഴ്ത്ത് കട്ട പോലെ. അപ്പോൾ അത് രണ്ടും ഈക്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ 2 ബോട്ടിലും ഇട്ട്, ഈ കട്ട പോലത്തതും ഇതുമായിട്ട് അങ്ങനെ രണ്ടും ആയിട്ടിട്ട് അതെടുത്ത് മാറ്റി വെച്ച്. എന്നിട്ട് ഞാൻ പിന്നെ ബിരിയാണി എപ്പോഴും ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ കാണിക്കാത്തത് കേട്ടോ. ബിരിയാണിയുടെ ചിക്കൻ ദം ബിരിയാണി പച്ചക്ക്, അതായത് വറുക്കാത്തത്, നല്ല ടേസ്റ്റാണ്. ഒരുവിധം പണിയും കുറവാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ അത് ആദ്യം സവാള കട്ട് ചെയ്ത് അതൊന്ന് വറുത്തിട്ട് അതിനകത്ത് നിന്ന് ഇത്തിരി ഗാർണിഷ് ചെയ്യാനെടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് ഇത്തിരി തക്കാളി അരിഞ്ഞതും തൈരും പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും ഉപ്പും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും, വേറെ പൊടിയൊന്നും ഇടില്ല. എന്നിട്ട് അതിനെ മാരിനേറ്റ് ചെയ്ത് അവിടെ കുറച്ച് നേരം വെച്ച് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വേവിച്ചത്. ആ സമയം കൊണ്ട് റൈസും ഒക്കെ വേവിച്ച് അതുമൊക്കെ ഇട്ട്. അപ്പോൾ ഏത് റൈസാണെന്ന് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ഇത് കാണുമ്പോൾ ചോദിക്കും കുറച്ച് പേര്. അപ്പോൾ അത് വൈറ്റ് സെല്ല റൈസാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. വൈറ്റ് സെല്ല റൈസ് നല്ല അടിപൊളിയാണ്. ഒട്ടും തന്നെ പശയൊന്നുമില്ലാത്ത നല്ലൊരു അരിയാണ് വൈറ്റ് സെല്ല റൈസ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വേവിച്ച് ഊറ്റാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ അതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആക്കി വെച്ച് ദം ചെയ്യാനിട്ടതിന് ശേഷം പിന്നെ നമുക്ക് ഈ എഗ് ബോയിലർ കിട്ടിയതിനോട് ഞാൻ അതിൽ ബോയിൽ ചെയ്യാൻ വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു സംശയവും വേണ്ട, ആ കറക്റ്റ് സമയത്ത് അത് ഓഫായി വരും. എഗ് ബോയിലറൊന്നും ഞാൻ ഒരിക്കലും മേടിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സാധനങ്ങളായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രൊമോഷന് വേണ്ടി കിട്ടിയപ്പോഴത്തേക്കുമാണ് ഞാനത് ഉപയോഗിച്ചപ്പോൾ നല്ലതാണ്. നമുക്ക് ഇപ്പോൾ വാട്ടിയ മുട്ടയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുവിധം പണ്ടൊക്കെ അങ്ങനെയല്ലേ, വാട്ടിയ മുട്ട ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഹോളിട്ടിട്ട്
ഒരു ഇറുക്കിലൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കിയിട്ടൊക്കെ അത് കുടിക്കൂലേ പതിയെ ഒന്ന്. അപ്പോൾ അതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും വാട്ടിയ മുട്ട. അതുപോലെ മീഡിയം വേവിൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത്, പിന്നെ ഹാർഡിലും. അപ്പോൾ ഞാൻ ഹാർഡിലിട്ടിട്ടാണ് വെച്ചേക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊന്ന് പെരക്കൊക്കെ ഒന്ന് വേഗം വന്ന് തുടച്ചിട്ട്, ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളില്ലല്ലോ, ആ മുട്ട അവിടെ ഓഫായിക്കോളും. ഓഫായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവധാനം തണുത്തിട്ട് എടുത്താൽ മതി, സമയമുണ്ട്. പിന്നെ ബിരിയാണി ആണെങ്കിൽ ദമ്മായിട്ട് അവിടെ ഇരിക്കും. പിന്നെ അത് തുറന്ന് കുറച്ച് നേരം കഴിയാതെയും തുറക്കില്ലല്ലോ, ഇവർ വരാതെയും തുറക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം ഇതോടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. അപ്പം നമുക്കൊരു ഗിഫ്റ്റ് ഒന്ന് പൊതിയാനുണ്ട്, ഒരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോകാനുണ്ട്. അത് പിറ്റേ ദിവസമാണ് പോകേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളത് ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ച് ഒന്ന്, ഞാൻ പൊട്ടിച്ച സമയത്ത് എടുത്ത വീഡിയോ കേട്ടോ. അത് കുറച്ച് ദിവസം മുൻപ് മേടിച്ച ഒരു ഗിഫ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ വരുത്തിച്ചതായിരുന്നു. അപ്പോൾ അതാണ്. അപ്പോൾ മൈക്കിൾ കോസിൻ്റെ ഒരു വാച്ചാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റയനോട്, ഞാനാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും ഗിഫ്റ്റുകൾ പാക്ക് ചെയ്യണത് ഞാനാണ് എപ്പോഴും. ആരും അതിന് നിൽക്കാറില്ല, ആർക്കും അത് വലിയ ഒരു ഇതില്ല. അപ്പോൾ റയൻ പറഞ്ഞ് മമ്മി നല്ല പാക്ക് ചെയ്യുന്ന വീഡിയോകളൊക്കെ ഉണ്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ നമുക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരിപ്പാണ്. ഇത് കണ്ടിട്ട് എനിക്ക് ഇപ്പോഴേ ചിരി തന്നെയാണ് ഇത് കാണുമ്പോൾ. അപ്പോൾ തുടക്കത്തിലേ ഞാൻ പറഞ്ഞേടാ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾക്കെല്ലാം പാക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കറക്റ്റ് അളവിലുള്ള ബോക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് ബാക്കി ഇങ്ങനെ വരും. അപ്പം ഞാനും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്, ഇത് ഓരോ കളരി പഠിച്ചവരും കുങ്ഫു പഠിച്ചവരും ഗുസ്തി പഠിച്ചവരും ഒക്കെ ഏതെങ്കിലും ഒരു അടിയിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കളരിയുടെ സ്റ്റെപ്പൊക്കെ എടുത്ത് വരാൻ നേരത്ത് മറ്റുള്ളവർ നാടൻ തല്ലി ഓടിയിട്ടുണ്ടാകും. അപ്പോൾ അവസാനം ഈ പറഞ്ഞ പോലെ കളരിയൊന്നും പറ്റാതെ അവസാനം നമുക്ക് നാടൻ തല്ലേണ്ടി വരുവാന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടാണ് ഇത് പൊതിയണത് കേട്ടോ. പറഞ്ഞു പിടിച്ച പോലെ തന്നെ അവസാനം നാടൻ തല്ലേണ്ട അവസ്ഥയായിപ്പോയി. എപ്പോഴും ഞാൻ പാക്ക് ചെയ്യുന്ന അതേ പാക്കിങ്ങാണ് ഇതിന് പറ്റിയത്. ഇപ്പം നിങ്ങൾ കാണാം എത്ര പ്രാവശ്യം ചിരിച്ച് കത്ത് ഞാൻ. എനിക്കാണെങ്കിൽ കാല് വേദനെടുത്തിട്ട് വയ്യ, കുറേ നേരത്തെ അറയിലിരുന്നിട്ട് ഒന്നാമതല്ല തണുപ്പാണ്. അപ്പോൾ മമ്മി നമുക്ക് നോക്കാം. അങ്ങനെ ഒരു പേപ്പർ അതോടുകൂടി നശിപ്പിച്ച്. പിന്നെ കുറേ അധികം പേപ്പർ, ഒരു റോൾ പേപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. 10 പേപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് പൊതിയണ പേപ്പർ. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ കേക്കുകൾ കൊടുക്കാനായിട്ടൊക്കെ പൊതിഞ്ഞൊക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് അങ്ങനെ മേടിച്ച് ആ റോൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവസാനം ഇങ്ങനെ അങ്ങോട്ട് പൊതിഞ്ഞെടുത്ത് കേട്ടോ. അപ്പോൾ റയൻ പറഞ്ഞു ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കിൾ കോസിൻ്റെ വാച്ച് പൊതിയണ ഒരു വീഡിയോ ഉണ്ട്, അത് നോക്കിയിട്ട് പോലും നമുക്കിത് പൊതിയാൻ പറ്റിയിരുന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊരു വൃത്തിക്ക് ഒരു വെറൈറ്റി പൊതിയലാകാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തതാണ്. അങ്ങനെ കുറേ ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ അവിടെ ഇരുന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ സാധാരണ പാക്ക് ചെയ്യണ പോലെ പാക്ക് ചെയ്ത്, പിന്നെ നമുക്ക് ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ടുള്ള ഇതുപോലെയുള്ള കവറുകളുണ്ടല്ലോ, അത് കടയിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളന്ന് ശ്രീദേവിയുടെ കൂടെ പോയില്ലേ, ഷോപ്പ് ആൻഡ് സേവിൽ പോയില്ലേ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഇതുപോലത്തെ കവറല്ല, വേറൊരു ടൈപ്പ് കവർ മേടിക്കാനാണ് പോയത്. പക്ഷേ ആ കവറിലേക്ക് ഈ വാച്ച് കയറില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊരു തുണിയുടെ ഒരു നല്ലൊരു ഭംഗിയുള്ളതായിരുന്നു. പിന്നെ അത് കിട്ടാത്ത സ്ഥിതിക്ക്, അത് അളവ് ചെറുതായ സ്ഥിതിക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു കവർ എടുത്ത്. അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ചോക്ലേറ്റ്സൊക്കെ അതിൻ്റെ മീതയിലല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഡെക്കോർ ഐറ്റംസ് അങ്ങനെയൊക്കെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചോക്ലേറ്റ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ക്വാളിറ്റി സ്ട്രീറ്റും എടുത്ത്, പിന്നെ മറ്റേ ടോബ്ലറോണിൻ്റെ ചെറിയ അതും എടുത്ത്, ഇൻഡിവിജ്വൽ പാക്കിംഗ് ഉള്ള ആ ഒരു സംഭവം എടുത്ത് അതാണ് ഇട്ടത്. അപ്പോൾ പണ്ടെല്ലാം പപ്പയൊക്കെ ഈ ടോബ്ലറോണും അതുപോലെ ഈ ക്വാളിറ്റി സ്ട്രീറ്റൊക്കെ എന്തോരമാണ് കൊണ്ടുവന്നേക്കണം. അതിൻ്റെ ബോക്സുകളൊക്കെ എന്തോരമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ടിന്നുകളില്ലേ, ഈ ക്വാളിറ്റി സ്ട്രീറ്റൊക്കെ പണ്ട് ടിന്നിൽ വരുമ്പോൾ അതൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ടോബ്ലറോണും ഇത് ക്വാളിറ്റി സ്ട്രീറ്റിൻ്റെ അടുത്തും ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. ശരിക്കും ആ ഒരു ഓർമ്മകളാണ് എപ്പോഴും. ഒരുപാട് ചോക്ലേറ്റ്സ്. അപ്പോൾ അങ്ങനെ അത് തന്നെ ഞാൻ എടുത്തിട്ട് നല്ല ടേസ്റ്റുള്ള മിഠായികളുമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഷോപ്പ് ആൻഡ് സേവിൽ എല്ലാം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറയാറില്ലേ, അങ്ങനെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതെല്ലാം.
നമ്മുടെ നാട്ടിലതല്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സാണ് ഇവരുടെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കും വൈനും എടുത്തിട്ടുണ്ടായിരുന്നു. കേക്കും വൈനും നമ്മൾ ആ വലിയൊരു കവറിലാണ് കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള കവറുകളൊക്കെ പല ടൈപ്പ് ഷോപ്പ് ആൻഡ് സിവി കിടപ്പുണ്ട്. ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ കൊടുക്കാതെ വ്യത്യസ്തമായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഇത്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് വെച്ച്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സെക്രട്ടറിയുടെ റിപ്പോർട്ട് എഴുതുന്ന ബുക്കാണിത്. പുതിയ ബുക്ക് പള്ളിയിൽ നിന്ന് തന്നേക്കണേണ്, പഴയ ബുക്ക് തീർന്ന്. അപ്പോൾ ഇപ്പോൾ ഇനി പുതിയ ബുക്കിലായി തുടങ്ങുക. അപ്പോൾ കുറച്ച് പണി ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അതിൻ്റെ നമ്മുടെ ഭാരവാഹികളുടെയൊക്കെ പേരുകളെല്ലാം എഴുതാനുള്ള സ്പേസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ഓരോന്ന് എഴുതാനുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾക്ക് നേരത്തെ മൊത്തത്തിൽ ഒരു പേജിൽ നമ്മൾ ഇഷ്ടമുള്ള രീതിക്ക് എഴുതുക ചെയ്യണം. പക്ഷേ ഇതിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അവിടെ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ എഴുതുക. അപ്പോൾ അത് എഴുതി വെക്കണത് ഒരു ടാസ്ക് തന്നെയാണ്. അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വചനഭാഗങ്ങൾ എഴുതണം. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി വെച്ച് ഇനിയിപ്പോൾ നമുക്ക് വ്യാഴാഴ്ച നമ്മുടെ യൂണിറ്റ് മീറ്റിങ്ങും ക്രിസ്മസ് ആഘോഷവും ഒക്കെ കൂടിയാണ്. അപ്പോൾ അതിന് പല മീറ്റിങ്ങുകളാണ് വെക്കണത്. യൂണിറ്റിൻ്റെ മീറ്റിംഗ് വ്യാഴാഴ്ചയാണെന്ന് മാത്രം. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും റയൻ ഇതുപോലെയുള്ള ഒരു വട്ടൊക്കെ ഉണ്ട് കേട്ടോ. റോജറിൻ്റെ മൂക്കിൽ ഇത്തിരി വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ട്. എല്ലാവരുടെ മൂക്കിലുണ്ടാവും അത്, മൂക്കുമ്മേൽ. അപ്പോൾ അത് എടുക്കുന്ന ഒരു ടൂൾ ഇവിടെ ഉണ്ട്. ആ ടൂൾ വെച്ചിട്ട് റയൻ എനിക്കൊക്കെ ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ എടുത്ത് തരും. പക്ഷേ മൂക്ക് ഏതാണ്ട് ഇട്ടിച്ച് നശിപ്പിച്ച പോലെയാണ് പിന്നെ ഇരിക്കുന്നത്. അത്രയും ചുവന്ന് തടിച്ച് പിന്നെ തൊലിയൊക്കെ പോകാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു ആ പരിപാടിക്ക് ഇനി ഞങ്ങളെ കൊണ്ട് പറ്റൂല, ഇനി അവൻ നിർബന്ധിച്ച് ചെയ്യും, നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കെട്ടെത്തിയിട്ട് ഇതൊക്കെ ചെയ്യോട്ടാ. അപ്പോൾ ഇവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സാധനം ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയേക്കുന്നതാണ് കേട്ടോ. ഈ സ്റ്റിക്കർ ഈ ഒട്ടിച്ച് കുറച്ച് നേരം വെച്ചിട്ട് ഇത് പറിച്ച് കളയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് എല്ലാ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കയറി പിടിക്കും. അപ്പം ഞാനാണെങ്കിൽ റൂബിനെ കൂടി ഇത്തിരി നേരം അവിടെ ഇരിക്കണേയിരുന്നേ. അപ്പോൾ ഇവൻ ഇതെന്താ ചെയ്യണതെന്ന് ഓർത്ത് ഞാനൊന്ന് പോയി നോക്കിയാണ്. അപ്പോൾ ആവി കൊള്ളിക്കണേണ്. ആവി കൊള്ളിച്ചിട്ട് ആ നമ്മളുടെ മുഖത്തുള്ള പോസൊക്കെ ഒന്നും അങ്ങോട്ട് വലുതാക്കിയിട്ട് ഇരിക്കുമ്പോൾ ഇതൊട്ടിച്ചാൽ കുറേയും കൂടി എഫക്റ്റീവാണെന്ന് പറഞ്ഞിട്ടാണ് റയൻ ഇതൊക്കെ ചെയ്യിക്കണത് കേട്ടോ. റയൻ അങ്ങനെയാണ്. റയൻ നമുക്ക് ഈ പപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ നിർബന്ധപൂർവ്വം നമ്മളെ കൊണ്ട് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ കൈവേദന കാലുവേദന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു തടകി വെറുതെ വേദനയൊക്കെ കൂട്ടിക്കളയും ചില സമയത്ത്. അത്രക്ക് തട്ടകലൊക്കെ തടയിക്കളെ. അപ്പം അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പം ഇത് പുറം വേദനയാണ്, കാലുവേദന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇപ്പം മസാജറുള്ളതുകൊണ്ട് അത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഭയങ്കര മസാജിങ്ങൊക്കെയാണ്. അതിനൊന്നും മടിയില്ല. അപ്പം അപ്പൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെയുള്ളതൊന്നും മടിയില്ല. നേരം വെളുക്കണവരെ രാത്രിയൊക്കെ ഇരുന്നിട്ട് നമുക്ക് തടകിയൊക്കെ തരും. അത്രയ്ക്ക് ഇരുന്ന് തടകും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് റയൻ കേട്ടോ. ഒരു ബുദ്ധിമുട്ടും കാണിക്കില്ല. അപ്പോൾ ഇന്ന് ഉച്ചക്ക് പപ്പക്ക് ചോറും കറികളൊക്കെ തലേദിവസത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്കും റയൻ പറഞ്ഞ് മമ്മി പപ്പക്ക് ഇത്തിരി പൊറോട്ടയും ബീഫ് കറിയും മേടിക്കട്ടെ. കാരണം എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ പോയി പുറത്തുനിന്ന് കഴിച്ചപ്പോഴത്തേക്കും പപ്പക്ക് ബിരിയാണിയാണ് മേടിച്ചെടുത്തത്. അപ്പോൾ പപ്പ പറഞ്ഞേ വേണ്ടായിരുന്നു, എനിക്കിത്തിരി പൊറോട്ട ആയാലും മതിയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിരിയാണി വേണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ റയൻ പറഞ്ഞ് അന്നേ പിന്നെ ഇത്തിരി ബീഫും പൊറോട്ടയും കൂടി മേടിച്ചു കൊടുക്കുക. അതുകൊണ്ട് അത് മേടിച്ച് വെച്ചേക്കണേണ്, കഴിക്കാൻ നേരമായിട്ടില്ല. അപ്പം ഞങ്ങളുടെ കലാപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേണ്. റോജനാണെങ്കിൽ ഭയങ്കര ജലദോഷവും തുമ്മലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്താണ് ആവി പിടിച്ചതാണ്. അപ്പോൾ അത് ഒട്ടിച്ച് വെച്ചിട്ടിരിക്കണേണ് കേട്ടോ മൂക്കിൽ. എനിക്കും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് കാണിച്ചില്ലെന്ന് മാത്രം. അപ്പോൾ അതേ പപ്പ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നനവെള്ളം മൂക്കിലാണ് ഒട്ടിക്കേണ്ടത്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ വൈറ്റ് ഹെഡ്സ് വരും. പിന്നെ പപ്പക്ക് ബീഫ് കറിയും പൊറോട്ടയൊക്കെ അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എങ്കിലും കഴിച്ച് പിന്നെ ബാക്കിയൊന്ന് ബീഫ് കറി അങ്ങനെ തന്നെ ഞാനെടുത്ത് വെച്ചു. അപ്പോൾ റയൻ പ്രത്യേകം പറഞ്ഞത് പപ്പക്ക് എന്നെ കൊടുത്തേക്കണേ അടുത്ത ദിവസം. അപ്പോൾ അടുത്ത ദിവസം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയെടുത്ത് വെക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചത്. ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നത് ശനിയാഴ്ചത്തെയാണ്. കാരണം വീഡിയോ ഭയങ്കര ചെറുതായതുകൊണ്ട് 2 ദിവസത്തെ ചേർത്തിട്ടതാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് കുറേ പഴം പപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു തലേദിവസം. അതെല്ലാം പഴുത്ത പഴമായിരുന്നു. അപ്പം ഞാൻ പറയും നേരത്തെ തന്നെ പപ്പ ഒരുപാട് പഴുത്ത പഴം മേടിക്കല്ലേ, പക്ഷെ ചില സന്ദർഭങ്ങളിൽ അവിടെ അതേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പുള്ളി അത് മേടിച്ചുകൊണ്ട് വരും അങ്ങനെ. അപ്പോൾ ചിങ്ങമ്പഴം ആണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല പഴുത്തിരിക്കണേണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി. ഞാലിപ്പൂമ്പഴം ഉണ്ട്, എല്ലാം പഴുത്തിരിക്കണേ.
അപ്പോൾ പപ്പ കാണുന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച ബീഫ് കറി ഉണ്ട്. അപ്പോൾ ബീഫ് കറി കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഈ പഴം അപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് ചീത്തയാകും. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം ബീഫ് കറി എടുക്കുക, ഏതായാലും ഫ്രിഡ്ജിൽ സേഫ് അല്ലേ, ബീഫ് കറി ഇരുന്നോളും, കുഴപ്പമില്ല. പക്ഷേ പുറത്തിരിക്കുന്ന പഴം ഏതായാലും പഴുത്ത് നാശവും. അപ്പോൾ അങ്ങനെ പുട്ടും പഴവും വെക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇന്ന് കറിക്കൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞ് കറിക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഇനിയിപ്പോൾ ബീഫ് മേടിക്കാതെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കറികൾക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചാൽ മീൻ എന്ന് ഞാൻ പപ്പനോട് പറഞ്ഞു. അപ്പോൾ ഷാജി ഇപ്പോൾ വരണില്ലല്ലോ. അപ്പോൾ ഷാജിയുടെ മകളുടെ അവിടുത്തെ അപ്പച്ചൻ ഇങ്ങനെ ആക്സിഡൻ്റായിട്ട് ICUവിലായിട്ട് അങ്ങനെ കുറച്ച് നാളുകളായി. അതുകൊണ്ട് ഷാജിയൊക്കെ അവിടെയാണ്. ഷാജിയിൽ നിന്ന് മീൻ വിൽക്കാനും ഒന്നിനും ഇങ്ങോട്ട് വരണില്ല. അവർ മകളും അമ്മയും മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അവിടെ മകളുടെ ഹസ്ബൻഡ് ഗൾഫിലൊക്കെ ചെയ്തുകൊണ്ട് ആരുമില്ല. അതുകൊണ്ട് ഷാജി തൊട്ട് മീൻ വിൽക്കാനും വന്നില്ല. നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട്. കാരണം ഒരുപാട് മീൻകാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും മീൻ മേടിച്ച് ശീലമില്ല. ഷാജി എന്നെ സ്ഥിരമായിട്ട് കൊണ്ടുപോകും തന്നത്. അപ്പോൾ അതുകൊണ്ട് ഷാജി വരണവരെ പുറത്തുനിന്നൊക്കെ മേടിക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇന്നിപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞ് പുറത്തുനിന്ന് മേടിക്ക്. പപ്പക്കാണെങ്കിൽ മേടിക്കാനൊന്നും അറിയാൻ പാടില്ല. പപ്പൻ്റെ മിക്കവാറും പറ്റിച്ചവർ വിടണതേ. നമ്മൾ കുറഞ്ഞ മീനൊക്കെയാണ് മേടിക്കണത്, എങ്കിൽ പോലും പറ്റിച്ച് വിടും. അപ്പോൾ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞെങ്കിലും പപ്പ പോയി കിട്ടിയ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന് ഭയങ്കര വിലയാണെന്ന് പറഞ്ഞ് മീനിനിപ്പോൾ. അപ്പോൾ ഇത്തിരി കക്കയിറച്ചിയും ചെമ്മീനും പിന്നെ ചാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് പപ്പ മുറ്റമൊക്കെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് റൂബി ഉള്ളതുകൊണ്ടേ എല്ലാ ദിവസവും മുറ്റം കഴുകിയിടണം. അപ്പോൾ അങ്ങനെ പപ്പ മുറ്റമൊക്കെ കഴുകുന്നുണ്ട്. അപ്പം ഞാനിവിടുത്തെ ലൈറ്റൊക്കെ ഒന്ന് കത്തിച്ച് എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് ഡെക്കറേഷൻ കാണുമ്പോൾ മനസ്സിന് ഭയങ്കരമായ ഒരു സന്തോഷമാണ്. അപ്പോൾ അത് നിങ്ങളെയും കൂടിയിട്ട് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടിയിട്ട് കാണിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണുന്നത്. അത് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളല്ലേ നമുക്ക് അതുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഇനി അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കണം. പൊന്നമ്മേ അരിശം കയറണടാ. അതേ അവിടെ പൂച്ചയുണ്ട്. പൂച്ചനെ കണ്ടിട്ട് അരിശം കയറണ കുഞ്ഞിനെ. ഒന്ന് കാണിച്ചു കൊടുത്തേ അങ്ങോട്ട്. പൂച്ച പേടിക്കട്ടെ. പൂച്ച ഓടിയടാ പൂച്ച. അതാണ് പോയി പൂച്ച പോയി താഴ്ത്തു വിടാനല്ലേ. പോയി എൻ്റെ മീൻ വെട്ടല് അതിനിടയിൽ. അപ്പം ഞാൻ പുറത്തിരുന്ന് മീൻ വെട്ടിക്കഴിഞ്ഞ് അകത്ത് കയറിയതാണ്. ആ സമയത്ത് അവിടെ പൂച്ച വന്നിരുന്നിട്ട് റൂബി ഭയങ്കര കുരയായിരുന്നു എൻ്റെ കൂടെ ഇരുന്നിട്ട്. പൂച്ചയാണെന്നുണ്ടെങ്കിൽ ആ കുര കേട്ടിട്ട് ഒരു പേടിയില്ലാത്ത രീതിയിൽ റൂബിനെ കളിയാക്കുന്ന രീതിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മീൻ വെട്ടി അകത്ത് കയറിയിട്ട് റായനെ വിളിച്ചിട്ടുണ്ടെടാ കുഞ്ഞിനെ ദേ പൂച്ച വിളിക്കണടാ, ഒന്ന് ചെന്നേടാ, നീക്ക് ചേട്ടന്മാരാണെന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ട് ആങ്ങളമാരെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലല്ലോടാ പെങ്ങൾക്ക് എന്നും പറഞ്ഞിട്ട് വിളിച്ച് വരുത്തിയതാണ് ഞാൻ. അപ്പുറം വന്ന് പൂച്ചനെ ഇവളെ പൊക്കി കാണിച്ചപ്പോൾ തന്നെ പൂച്ച ഓടി. പൂച്ചക്കൊക്കെ ബുദ്ധിയുണ്ട്, എത്ര കിടന്ന് കുറച്ചാലും ഇങ്ങോട്ട് വരാൻ പറ്റൂല അവൾക്ക് എന്നുള്ളത് പൂച്ചക്കും അറിയാം. അതുകൊണ്ട് പൂച്ച അവിടെ ഇരിക്കണേ. അപ്പം അങ്ങനെ റൂബി പിന്നെയും അവിടെ കുത്തിയിരിക്കണേ കേട്ടോ. പൂച്ച പോയി എങ്കിൽ തന്നെയും പൂച്ച അവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ റൂബി അവിടെ ഇരുന്ന് വൈകുന്നേരം വരെ കുരയായിരുന്നു. അതാണ് റൂബിയുടെ അവസ്ഥ. പൂച്ചനെ കണ്ടു കഴിഞ്ഞാൽ റൂബിക്ക് ഭയങ്കര കലിപ്പാണ്. അങ്ങനെ ഞാൻ കക്കയിറച്ചി വെറുതെ മസാലയിട്ട് വേവിച്ചിട്ട് അങ്ങോട്ട് വെച്ച് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട്. പിന്നെ അതേ മീൻ കറി വെച്ച്, പിന്നെ ചെമ്മീൻ്റെ അകത്തു നിന്ന് വളരെ കുറച്ച് ചെമ്മീൻ മാത്രം എടുത്തിട്ട് ബാക്കി ഫ്രീസറിലോട്ട് വെച്ച് എന്നിട്ട് ആ ചെമ്മീൻ ഇട്ടിട്ട് അച്ചിങ്ങ ഒന്നും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ അച്ചിങ്ങയൊക്കെ മേടിച്ച് വെച്ചിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്തിരി വാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അച്ചിങ്ങ വേഗം തന്നെ എടുത്ത് കട്ട് ചെയ്ത്. അപ്പോൾ ഈ അച്ചിങ്ങ കാണുമ്പോൾ നല്ലതാണ് കേട്ടോ. നല്ല നേർത്ത ഇളയ അച്ചിങ്ങയാണ്, ഒരുപാട് വണ്ണമൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ അച്ചിങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടതാണ് ഞാൻ എടുക്കാനും കാരണം. പക്ഷേ സംഭവം കറി അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ചൊവ്വയാണ്, ഒരു ടേസ്റ്റ് ഉള്ളതില്ല. ചെമ്മീൻ ഇട്ടത് വേസ്റ്റായിപ്പോയി. ആ ചെമ്മീൻ എന്ന് വേണം പറയാനുണ്ട്. എത്ര പൊട്ട അച്ചിങ്ങയാണെങ്കിലും ചെമ്മീൻ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതിപ്പോൾ ചെമ്മീൻ ഇട്ടിട്ടും കൂടി ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു അച്ചിങ്ങയായിപ്പോയി. അപ്പം ഞാനിങ്ങനെ ഈ ചതച്ച മുളക് ഇട്ട് അങ്ങനെ അങ്ങോട്ട് വെക്കാറില്ല കേട്ടോ. ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമില്ല ചതച്ച മുളക് ഇട്ട് വെക്കണത്. ഇന്നിപ്പോൾ ഏതായാലും ചതച്ച മുളക് മേടിച്ച് വെച്ചിട്ട് കുറേ നാളായില്ല എന്ന് വിചാരിച്ചൊരു ഇത്തിരി എടുത്തിട്ടതാണ് കേട്ടോ. പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. അത് അച്ചിങ്ങയുടെ കുഴപ്പമാണ്. അച്ചിങ്ങനെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല. അപ്പോൾ ചെമ്മീനൊക്കെ ഇട്ടിട്ട് ഇതുപോലെ അച്ചിങ്ങയൊക്കെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കണ്ടതെന്നൊക്കെ.
പക്ഷേ ചെമ്മീന് പകരം ഞണ്ടിട്ട് വെക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ പച്ചക്കറിയുടെ അകത്ത്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞണ്ടിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കത്തെ ഊണെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോകേണ്ട ആ ഫംഗ്ഷൻ്റെ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് റൂബിനെ ഇടാൻ പറ്റില്ല. അപ്പോൾ അവിടെ റൂബിനെ കുഴപ്പമില്ല, വീട്ടിലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ റൂബിനെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ റൂബി ഇരിക്കണ കണ്ട വലിയ കാര്യത്തിന് ഇരിക്കണേണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ രാത്രിയായി നമ്മൾ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അവിടുത്തെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഓരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നമ്മളുടെ 5 പേരുടെ മാത്രം കാര്യങ്ങൾ കാണിക്കുന്നത് സേഫാണ്. മറ്റുള്ളവരെയും കൂടി അതിനകത്തേക്ക് ചേർക്കുമ്പോൾ ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർക്ക് ഉണ്ടാവും. അത് ഓക്കെയാണെന്ന് പറയുന്നവരുടെ വീഡിയോ ഞാൻ കാണിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് പെട്രോളൊക്കെ അടിച്ചപ്പോഴത്തേക്ക് അവർ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ കുറേ അധികം രൂപയുടെ പെട്രോൾ അടിച്ച്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്തടിച്ച് തീരാത്തതെന്ന് നോക്കുമ്പോൾ അവരിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണേയിരുന്നു. അങ്ങനെ അടിച്ചവിടം വെച്ച് നിർത്തി. അതാണ് അവസ്ഥ. അപ്പോൾ ഒരുപാട് പെട്രോൾ അടിച്ചിട്ടുണ്ടെന്ന് വണ്ടിയിൽ. അവർ തെറ്റിയാണ് കേട്ടത്. അങ്ങനെ നമ്മൾ വന്ന് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി ഒരുപാട് ചോറൊക്കെ ഉണ്ടാകുന്നത് അതെല്ലാവരും ഫ്രിഡ്ജിലൊക്കെ വെച്ച്. അപ്പോൾ രാത്രി കുറച്ച് ഒരുപാട് ലേറ്റ് ആയപ്പോഴത്തേക്കും കേട്ടോ ഇവരിതേ ഷവർമ എന്തൊക്കെയോ സാധനങ്ങൾ ഇവർ മേടിച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്